പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ CC മുകുന്ദൻ അവറുകളെ, മറ്റെല്ലാ പേരുകളും ഞാൻ പറയുന്നില്ല, സമയം വൈകിയതുകൊണ്ട്. ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരര നൂറ്റാണ്ട് കാലത്തെ ഭാരതീയ ജനസംഘത്തിൻ്റെയും അതുപോലെ BJPയുടെയും പിന്നീട് NDAയുടെയുമായ ഇലക്ഷൻ സമ്മേളനങ്ങളിൽ ഒട്ടേറെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്നിവിടെ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ മുഖത്തേക്ക് നോക്കുമ്പോൾ നാട്ടിക NDA വിജയിക്കുമെന്ന ആത്മവിശ്വാസം എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭീതികാരനുമൊക്കെ പ്രസിഡൻ്റായ കാലത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഇതേ ഹാളിൽ വെച്ച് തന്നെയാണ് അന്ന് സമ്മേളനം നടന്നത്. എത്രയോ അധികം വളർന്നിരിക്കുന്നു. ആ വളർച്ചയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നരേന്ദ്രമോദി നയിക്കുന്ന നമ്മുടെ യാത്രാസംഘം, രാജ്യമാസല്ല മാസേതു ഹിമാചലം, ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ കേരളം ആ രംഗത്ത് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിയാതെ പോയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. പക്ഷെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ മഹാസമ്മേളനം വഴി ഒരു സന്ദേശമായി നമ്മൾ ജനങ്ങൾക്ക് നൽകുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇന്നലെ വരെ MLA ആയിരുന്ന, 5 കൊല്ലക്കാലം നിങ്ങളുടെ ഈ മണ്ഡലത്തെ പ്രതികരിച്ച ബഹുമാനപ്പെട്ട ശ്രീ മുകുന്ദൻ, അദ്ദേഹം ഇന്ന് ദേശീയ ധാരയിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെയാണോ അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് തെറ്റുപറ്റിയത്, ആ തെറ്റ് തിരുത്താനുള്ള ശ്രമമാണ്. ഞാനിത് പറയുമ്പോൾ അദ്ദേഹം CPIക്കാരനായിട്ടാണ് ജയിച്ചത്. അവിടെ നിന്നാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറാൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്കതിനെ ചരിത്രത്തിൻ്റെ നിയോഗമായി മാത്രമാണ് ഞാൻ കാണുന്നത്. നിയോഗമായി ഞാൻ പറയാൻ കാരണം, 70കളിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി CPIയുടെ ഉന്നതനായ നേതാവ്, അത് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്തുകൊണ്ട് കമ്മ്യൂണിസം ഇന്ത്യയിൽ പരാജയപ്പെടുന്നുവെന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ദേശീയതയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് അത് ആലോചിക്കേണ്ട വിഷയമാണെന്ന് അച്യുതമേനോൻ എഴുതിയത് അക്കാലത്തെ ഒരു യുവ ജനസംഘ പൊതുപ്രവർത്തകനായിരുന്ന എൻ്റെ സ്മൃതിപഥത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാനിത് പറയുമ്പം CPIയുടെ MLA ഇന്ന് BJPയിലേക്ക് വന്നിരിക്കുന്നു, NDAയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഒടുവിലായി നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPIക്ക് ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചാൽ, കണക്ക് കൂട്ടിയാൽ കിട്ടിയ വോട്ട്, ഇന്ത്യയിലെ 100% ആളുകളാണ് അതിൽ പങ്കാളികളായതെങ്കിൽ, പങ്കാളികളായതിൽ 100%, ആ ശതമാനം വെച്ച് നോക്കിയാൽ 1% വോട്ട് പോലും ഇന്ത്യ ഒട്ടാകെ കണക്ക് കൂട്ടിയാൽ കിട്ടാത്ത പാർട്ടിയായി CPI മാറി എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് ആ വിഷയങ്ങളിലേക്കൊക്കെ ചില സൂചന നൽകാൻ ആഗ്രഹിക്കുന്നത്. 1% വോട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 0.5% പോലും ലഭിക്കാത്തവണ്ണം എന്തുകൊണ്ട് CPI തകർന്നു? CPMനെ കൂടി കൂട്ടിയാൽ
CPM-ന്റെ തുരുത്തായി കേരളം ഉണ്ടെന്നുള്ള വസ്തുത ഞാൻ മറക്കുന്നില്ല. പക്ഷേ ബംഗാളിൽ ഒരു സീറ്റ് ഒഴികെ ഒറ്റ സീറ്റിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത സ്ഥിതിയിലേക്ക് എന്തുകൊണ്ട് പോയി? ഇത് അച്യുതമേനോൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വൈ കമ്മ്യൂണിസം ഇൻ ഇന്ത്യ ഈസ് നൗ നെഗ്ലിജിബിൾ, എന്തുകൊണ്ട് പരിഗണിക്കാൻ സാധിക്കാത്തവണ്ണം ഇത് മാറിപ്പോയി? ഇത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട വിഷയമാണ്. ഇന്ന് മുകുന്ദൻ നമ്മുടെ കൂടെ വന്നു, നാളെ മറ്റുള്ളവരും വരുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ AKGയുടെ ആത്മകഥ വായിച്ചയാളാണ്. 57-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം ബാലറ്റിലൂടെ നേടിയെടുത്തപ്പോൾ അന്ന് AKG പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ചരിത്ര വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് 8 സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് MLA-മാരെയും MP-മാരെയും ജയിപ്പിക്കാൻ സാധിച്ച സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട വിജയമല്ല. EMS അധികാരത്തിൽ വന്നത് 57-ൽ വന്നത് ഒറ്റപ്പെട്ട വിജയമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു മാറ്റത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിൽ ഓർമ്മയിൽ തുരുമ്പ് പിടിക്കാത്ത ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്കുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? 8 സംസ്ഥാനങ്ങൾ, ബോംബെയിൽ 28 സീറ്റ് നേടി, അന്നത്തെ തമിഴ്നാട്ടിൽ നേടിയ സീറ്റുകളുടെ എണ്ണം പറഞ്ഞു. എന്തിന് ഉത്തർപ്രദേശിൽ പോലും 3 MLA-മാരെ ജയിപ്പിക്കാൻ സാധിച്ചത് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അത് കൺക്ലൂഡ് ചെയ്തത്, ഉപസംഹരിച്ചത്, നെഹ്റു കെ ബാദ് നമ്പൂതിരിപ്പാട്. നെഹ്റുവിന് ശേഷം പകരം ആരെ? നമ്പൂതിരിപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞ ആ 57-ൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ന് 2% വോട്ട്, ഇന്ത്യയിലെ ജനങ്ങളുടെ 2% വോട്ട് പോലും 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്നാൽ അവർക്ക് ലഭിക്കാതെ പോയത് അവരുടെ ചരിത്രപരമായ നിഷേധം കൊണ്ടാണ്, അവരുടെ ജനവിരുദ്ധത കൊണ്ടാണ്, അവരുടെ അവസരവാദം കൊണ്ടാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കണക്കുകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് പറയാനായിട്ട് തയ്യാറായിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഈ ചോദ്യം ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇതിനെക്കുറിച്ച്. ബീഹാറിൽ കഴിഞ്ഞ 20 കൊല്ലം മുമ്പ് ലാലു പ്രസാദ് യാദവ് അവരുമായി സഖ്യമുണ്ടാക്കുന്നത് വരെ ബീഹാറിലെ പ്രധാന പ്രതിപക്ഷം, ശ്രീ മുകുന്ദനോട് ഞാൻ ചോദിക്കുന്നു, ബീഹാറിലെ പ്രധാന പ്രതിപക്ഷം CPI ആയിരുന്നു. ലാലു പ്രസാദിനോടൊപ്പം ചേർന്ന് ജാതി രാഷ്ട്രീയത്തിൻ്റെ, അഴിമതി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ആ പാർട്ടി, അതിൻ്റെ നിയമസഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് ചതുരാനന്ദൻ മിശ്ര, ആ മിശ്രക്ക് ഒരു സീറ്റിൽ ജയിക്കാൻ അവസാനം ലാലു പ്രസാദിൻ്റെയും 6 അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദിൻ്റെ പടിയിൽ പോയി കാവൽ കിടക്കേണ്ടി വന്നിട്ടും ഇന്ന് CPIക്ക് ജയിക്കാൻ സാധിക്കാത്ത, ജനങ്ങൾ നിരാകരിച്ച ബീഹാറിനെ കുറിച്ച് എന്താണ് ബിനോയ് വിശ്വനും രാജയ്ക്കും പറയാനുള്ളതെന്ന് ഞാൻ അവരോട് ഈ അവസരത്തിൽ വിനയപുരസരം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതം സടകുടഞ്ഞെഴുന്നേറ്റു. ആ സടകുടഞ്ഞെഴുന്നേറ്റ ഭാരതം ഇന്ന് ഇന്ത്യ മുന്നണി കേരളത്തിലില്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. ഏതാ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPI-യും CPM-ഉം എല്ലാം ചേർന്നുകൊണ്ടുള്ള മുന്നണിയാണ്. അവസരവാദത്തിന് അവാർഡ് കിട്ടേണ്ട മുന്നണിയാണ്. ആ മുന്നണിയോട് ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിക്കെതിരായി
അങ്ങനൊരു മുന്നണി രൂപീകരിച്ചിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിൽ ഒരടി മുന്നോട്ട് പോകാൻ സാധിച്ചോ? അവിടെയാണ് ഉപ്പുവച്ച കലം പോലെ ഇല്ലാതായി തീരുന്ന ആ മുന്നണി രാഷ്ട്രീയത്തിന് 2 മുന്നണികളും, അവസരവാദികളായ 2 മുന്നണികളും, അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ 2 മുന്നണികളും, അവരിന്ന് വാസ്തവത്തിൽ മുകുന്ദനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ജനയുഗത്തിൽ എഴുതിയ കാര്യം ഞാൻ വായിച്ചയാളാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു മുകുന്ദനാണോ ഓരോ ദിവസം കഴിയും തോറും 50 കൊല്ലം 60 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെയും CPI-യുടെയും കേഡറുകളായിരുന്ന അവരുടെ ഉരുക്കുമൂശയിലൂടെ വാർത്തെടുത്ത അത്തരം ആളുകൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നു? എന്താ കാണുന്നത്? അവർ മാറി എതിർചേരിയിലേക്ക് പോവുകയാണ്. എങ്ങനെ ഇത്രയും അപജയമുണ്ടായ ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 4 പേരാണ്. ഇന്നലെ വർക്കലയിലെ ഒരാൾ കൂടി മാറിയതോടെ 5 പേരും ഇവിടെ നമ്മളെല്ലാം ഇപ്പം നെഞ്ചിലേറ്റുന്ന പ്രിയങ്കരനായ മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ദേശീയധാരയിലേക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അതിനുശേഷം അദ്ദേഹത്തെ കാണുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തെ ഞാൻ ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മാറ്റത്തിന് നേരെ കണ്ണടയ്ക്കുന്നതിന് അർത്ഥമുള്ളത്, നരേന്ദ്രമോദി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമായി അധികാരം കയ്യാളിയതിൻ്റെ വാർഷികം, അത് 9000 ദിവസങ്ങളോളം തുടർച്ചയായിരുന്നു കൊണ്ട് നരേന്ദ്രമോദി ഒരു ഹാട്രിക് വൻ വിജയം നേടിയെടുത്തിരിക്കുന്ന ദിവസമാണ്. ആ ദിവസമാണ് ഞാൻ നാട്ടികയിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി എന്ന ഒരു മെസ്മറിസം എന്ന് പറയാൻ സാധിക്കുമോ? അല്ല. നരേന്ദ്രമോദി എന്ന ആർജിത സമ്പത്ത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂലധനമായി മാറിയിരിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും കണ്ണിലുള്ളിയും അതേസമയം ലോകത്തിൻ്റെ മുഴുവൻ സ്വത്തും മുത്തുമായി നരേന്ദ്രമോദി മാറുന്ന ഓരോ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇപ്പം നമ്മയെല്ലാം വിഷമത്തിലാഴ്ത്തിയ യുദ്ധം, ആ യുദ്ധത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയ ഒട്ടേറെ ആളുകളുള്ള ഒരു മണ്ഡലമാണ് നാട്ടിക മണ്ഡലമെന്ന് എനിക്കറിയാം. അവരൊക്കെ ഇന്ന് ആകെ മനസ്സ് വിഷമിച്ച് വേദനയുടെയും യാതനയുടെയും ആശങ്കയുടെയും നിഴലുകളിലൂടെയാണ് ഓരോ മിനിറ്റുകളും തള്ളി നീക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ, ആ കടലിടുക്കിലൂടെ ഇറാൻ പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അതിനെ എല്ലാം തകർക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ നിശ്ചലാവസ്ഥയിലായ ആ ഗതാഗതം, അവിടെ ഇന്ത്യയുടെ 4 കപ്പലുകളെ കടത്തിക്കൊണ്ടുവരാൻ സാധിച്ച ആളിൻ്റെ പേരാണ് നരേന്ദ്രമോദി. കണ്ണുള്ളവർ കാണുക, കാതുള്ളവർ കേൾക്കുക. എതിരാളികൾ പോലും ഈ രാഷ്ട്രതന്ത്രജ്ഞതയെ, നമ്മുടെ നാടിൻ്റെ മുത്തായി മാറിയ നരേന്ദ്രമോദിയുടെ ക്രാന്തശക്തിക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ നേട്ടത്തെ ഉൾക്കൊള്ളാനുള്ള അവസരമായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. അതുപോലെ ഉക്രൈൻ റഷ്യ യുദ്ധം, ഓർമ്മയ്ക്ക് തുറുമ്പ് പിടിക്കാത്ത ആളുകളോട് ഞാൻ ചോദിക്കാം. എനിക്കറിയാം ഈ നാട്ടിലുള്ള ആളുകൾ എല്ലാം ചിന്തിക്കുന്നവരാണ്. നമ്മുടെ എത്ര കുട്ടികളാ ഉക്രൈനിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയി അവിടെ MBBS-ഉം അതുപോലെ മെഡിക്കൽ കോഴ്സും മറ്റുള്ള ടെക്നിക്കൽ കോഴ്സും എല്ലാമുള്ള ഉക്രൈനിൽ പോയവര്. യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു രാജ്യത്തിനും അവിടെ നിന്ന് മൂവ് ചെയ്യാൻ സാധിക്കാത്ത, ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം. അവിടെ ഒരു വിസ്മയമായി മാറാൻ കഴിഞ്ഞു നരേന്ദ്രമോദിക്ക്. നമ്മളറിയില്ലേ, 3 മണിക്കൂർ
റഷ്യയും ഉക്രൈനും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ കുട്ടികളെ സുരക്ഷിതരായി കൊണ്ടുവരാൻ വേണ്ടി അനുമതി നൽകിയപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ ആ അനുമതി നൽകിയില്ല. നമ്മുടെ ഇന്ത്യക്കാരായ കുട്ടികളെ പോലെ ഇന്ത്യയുടെ ബാഡ്ജ് ധരിച്ച് അവരെല്ലാം രക്ഷപ്പെട്ട ചരിത്രം നമുക്ക് മറക്കാൻ സാധിക്കുമോ? ആ നരേന്ദ്രമോദിയോടൊപ്പം അണിചേരാനാണ് ശ്രീ മുകുന്ദൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് മുകുന്ദൻ ഒരാൾക്ക് ഈ 15 ദിവസം കൊണ്ട് 16 ദിവസം കൊണ്ട് എല്ലാവരെയും കണ്ടെത്താൻ സാധിക്കുമോ? പോയി കാണാൻ സാധിക്കുമോ? അപ്പം നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ നിങ്ങളെല്ലാം ഓരോരുത്തരും സ്വയം സ്ഥാനാർത്ഥികളാകുക. മുകുന്ദൻ്റെയും NDAയുടെയും സന്ദേശവാഹകരായി ഓരോ വോട്ടർമാരെയും പോയി കണ്ട് അവരുടെ വീടുകളിൽ ചെന്ന് ആ ജനങ്ങളെ തട്ടി ഉണർത്തിയാൽ ഈ നിയോജകമണ്ഡലം നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമായി മാറുമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സാമ്പത്തികം തന്നെ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ എപ്പോഴും സാമ്പത്തികം പറഞ്ഞവരാണല്ലോ പണ്ട്, ഇപ്പോഴൊന്നും പറയാറില്ല. പണ്ട് അവർ അത് പറഞ്ഞ് പഠിപ്പിച്ചവരാണ്. ഞാൻ 15 വയസ്സ് മുതൽ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഞാനിത് പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങിൽ പോകുമായിരുന്നു കേൾക്കാൻ. അവിടെ പോയാൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലെ തൊഴിലാളി വർഗത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. സോവിയറ്റ് എന്നൊരു നാടുണ്ടല്ലോ, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യമെന്ന് പാടിയ മലയാളത്തിൻ്റെ കവിയെ ഞാൻ ഓർക്കുന്നു. അവരുടെ യോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് വസ്തുതകൾ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ സമ്മേളനത്തിൽ അന്താരാഷ്ട്ര പ്രമേയം പാസ്സാക്കാറുണ്ടോ? ഞാനിത് പഠിച്ചിട്ടാ ചോദിക്കുന്നത്. അവരെല്ലാം മറന്നു. സാമ്പത്തിക കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? നിങ്ങൾ ആരോടൊപ്പമാ? ഇന്ത്യ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അപഭ്രംശം സംഭവിച്ച പ്രസ്ഥാനത്തിൻ്റെ പിണിയാളുകളായി നിൽക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു? സ്വാഭാവികമായും രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2014 നരേന്ദ്രമോദിയും NDAയും അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത അവസരത്തിൽ ഞാൻ ചോദിക്കുന്നു, ലോകത്തിലെ എത്രാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു നമ്മുടെ ഇന്ത്യ? 6-ാം സ്ഥാനത്താ. 6-ാം സ്ഥാനത്താ. ആരാ 5-ാം സ്ഥാനത്ത്? ഗ്രേറ്റ് ബ്രിട്ടൻ. 300 കൊല്ലക്കാലം നമ്മെ അടിമകളാക്കി അടക്കി ഭരിച്ച് ഇല്ലാതാക്കിയ ബ്രിട്ടൻ, ആ ബ്രിട്ടനെ തള്ളി മാറ്റി 2015 1 കൊല്ലമാകുമ്പോഴേക്കും ലോകത്തിലെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുകയും അതോടൊപ്പം തന്നെ ആ നമ്മളെ അടക്കി ഭരിച്ച നമ്മളെയെല്ലാം അത്തരത്തിൽ നമ്മുടെ നാടിനെ മുഴുവൻ അടിമകളാക്കിയ ബ്രിട്ടൻ 6-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടില്ലേ? ഞാനിത് ലോകം അംഗീകരിച്ച കണക്കാ പറയുന്നത്. അത് കഴിഞ്ഞ് വേറൊരു കണക്ക് എനിക്ക് പറയാനുണ്ട്. അതിനുശേഷം 4-ാമത്തെ ശക്തി ആരായിരുന്നു? ജപ്പാൻ. വിസ്മയത്തിൻ്റെ നാട്, ലോകത്തെ ഏറ്റവും കൂടുതൽ അധ്വാനശീലരുടെ നാട്. ആ ജപ്പാനെ തള്ളി മാറ്റി 5-ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അവിടെ നമ്മൾ 4-ാം സ്ഥാനത്തേക്ക് എത്തിയത് ഇന്ത്യ 4-ാമത്തെ ലോകത്തിലെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ള വസ്തുത വെളിവുള്ള ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അടുത്ത കണക്ക് എൻ്റെ സ്വന്തമാണ്, ഞാൻ വായിച്ചതാണ്. ഇതാ ഇപ്പം 3-ാമത്തെ ശക്തി ലോകത്ത് ഏത് രാജ്യമാ? ജർമ്മനി. ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം വളരെ ലോലമായി മാറിയിരിക്കുന്നു. അങ്ങനെ മാറിയിരിക്കുന്ന അവസ്ഥയിൽ 5-6 മാസത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്നു. നരേന്ദ്രമോദിയുടെ മാസ്മരമായ ശക്തി അതിന് പിന്നിലുണ്ട്. പിന്നെ 2ഉം 3ഉം 1ഉം 2ഉമാണ്. 1ഉം 2ഉം USA, അമേരിക്ക, അതുപോലെ തന്നെ
ചൈന. അത് വ്യത്യാസം ഇന്ത്യയും അവരും തമ്മിൽ ഉള്ള വ്യത്യാസവും എനിക്കറിയാം. പക്ഷെ അതുകൊണ്ടാണ് 2047 ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും യുക്തിവാദിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ഇപ്പം ഇല്ല, കോൺഗ്രസും BJPയും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ ഈ രാജ്യം ഒറ്റക്കെട്ടായി പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചാൽ 2047 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യം ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്നു എന്നുള്ള വസ്തുതയാണ്. അതിന് അംഗീകാരം കൊടുക്കാൻ നമ്മുടെ കൂട്ടത്തിലേക്ക് ഇവിടെ കടന്നു വന്ന നവാഗതനായ മുകുന്ദനെ അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിക്കാനും അപേക്ഷിക്കാനുമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അവിടെ വാസ്തവത്തിൽ ഇരിങ്ങാലക്കുടയിലെ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. അവിടെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, 6 മണിക്കേ തുടങ്ങുകയുള്ളൂ. എനിക്കെങ്ങനെ 6:45 ഞാനിവിടെ എത്തി, എനിക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് 1/2 മണിക്കൂറുണ്ട്. ഞാൻ പറഞ്ഞില്ല, 45 മിനിറ്റ് വേണം. അങ്ങനെ അവരുടെ ഓഫീസ് ഉദ്ഘാടനം ആ ചടങ്ങ് ഞാൻ നിർവഹിക്കുകയും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് AN രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. അല്പം വൈകിപ്പോയി എന്നുള്ളതിൽ എൻ്റെ ഖേദം പ്രകടിപ്പിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഇതൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക. എന്തുകൊണ്ട് കമ്മ്യൂണിസം ജീർണിച്ചു? എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഓരോ ദിവസം കഴിയും തോറും ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങളാൽ നിരാകരിക്കപ്പെടുന്ന കക്ഷിയായി മാറിയിരിക്കുന്നു? എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി എല്ലാവരും ചേർന്ന് നരേന്ദ്രമോദിക്കെതിരായി ഒത്തൊരുമിച്ചൊരു മുന്നണി ഉണ്ടാക്കിയപ്പോൾ ആ മുന്നണിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തവണ്ണം കാര്യങ്ങൾ പോകുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ചുമതലയാണ് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ളത് എന്ന് ഞാൻ പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഇത്തവണ BJP തെരഞ്ഞെടുപ്പിലെ മുഖ്യ മുദ്രാവാക്യമായി ഉയർത്തിയിട്ടുള്ളത് വികസനമാണ്. വികസനം നാടിൻ്റെ നാനാഭാഗത്തും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ അതുണ്ടാകുന്നില്ല? കടബാധ്യത ഏറ്റവും കൂടുതൽ സംസ്ഥാനമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തവണ്ണം അത്യന്തം ദയനീയമായ സ്ഥിതിയിലേക്ക് മാറുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം ഇവിടെ വേണ്ടേ? ആ മാറ്റമുണ്ടാക്കാൻ ആർക്ക് സാധിക്കും? ആ മാറ്റമുണ്ടാക്കാൻ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി കമ്മ്യൂണിസം ഒരു തത്വശാസ്ത്രമായി അംഗീകരിച്ച ഒട്ടേറെ ആളുകളുള്ള നാടാണ് കേരളം. പക്ഷേ അവരെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, അവരെല്ലാം പ്രസ്ഥാനത്തിന് വേണ്ടി തലങ്ങും വിലങ്ങും പ്രവർത്തിക്കുമ്പോൾ, അധികാരത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ ഈ കുതികാൽവെട്ട് രാഷ്ട്രീയം കേരളത്തിൽ നമ്മുടെ മൂല്യങ്ങളെ തകർക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ തിരുവിതാംകൂറിലെ നേതാവ്, ത്യാഗം സഹിച്ച ആള്, അദ്ദേഹത്തിൻ്റെ പേര് പുതുപ്പള്ളി രാഘവൻ എന്നാണ്. 4 വോള്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയുണ്ട്. ഞാൻ പലപ്പോഴും അത് വായിച്ചിട്ടുണ്ട്. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് സുഗതൻ സാർ എന്ന് പറഞ്ഞ CPIയുടെ ഒരു ഋഷിതുല്യനായ ആളായിരുന്നു ആലപ്പുഴയിലെ പാർട്ടി സെക്രട്ടറി. ആ സുഗതൻ സാർ പറഞ്ഞു, കായംകുളത്തിനടുത്തുള്ള പുതുപ്പള്ളിയിൽ നിന്നും പുതുപ്പള്ളി രാഘവനെ കൊണ്ടുവന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു നോമിനേഷൻ പേപ്പറിൽ ഒപ്പിടിക്കാനായി ശ്രമം നടന്നു. ആ നോമിനേഷൻ പേപ്പർ രാജ്യസഭയിലേക്കാണെന്നാണ് എൻ്റെ സബ്ജക്റ്റ് കറക്ഷനാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാനിപ്പം പ്രായമായി വരികയാണ്, അതുകൊണ്ട് എനിക്ക് രാജ്യസഭയിലേക്ക് പോകണ്ട, ഞാൻ ഇതാ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി മരിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോയ ആളെ ഞാൻ ഓർക്കുകയാണ്. ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ ഇന്നെവിടെ? കോൺഗ്രസ് പാർട്ടി, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ പഴയ തലമുറയിലെ ഒരു നേതാവിനെ കുറിച്ച്.
ആ നേതാവിൻ്റെ പേര് അദ്ദേഹം ഗോവിന്ദൻ നായർ എന്നാണ്. സി കെ ഗോവിന്ദൻ നായർ, KPCC പ്രസിഡന്റ്. അദ്ദേഹം അവിടെ പോയി നെഹ്റു തിരുവായ്ക്ക് എതിരുവാ പറയാൻ ആരുമില്ലാത്തൊരു കാലഘട്ടം. ഗാന്ധിജി മരിച്ചു, സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു, സർദാർ പട്ടേൽ മരിച്ചു. ഏതാണ്ട് എല്ലാം നെഹ്റുജിയുടെ കൈകളിലായിരുന്നു. അദ്ദേഹം ഒരു ജനാധിപത്യവാദിയാണ്, ഞാൻ അദ്ദേഹത്തെ മാനിക്കുന്നയാളാണ്. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ CK ഗോവിന്ദൻ നായരും അവരുടെ ടീമും കൂടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നെഹ്റു പറഞ്ഞു, ഇതാ എൻ്റെ സെക്രട്ടറിയായ MO മത്തായിയെ ഒരു കാൻഡിഡേറ്റായി കേരളത്തിൽ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, നെഹ്റുവിൻ്റെ മുഖത്ത് നോക്കി ഒരു എതിരഭിപ്രായം ആരും പറയാത്ത ഒരു കാലഘട്ടം. അവിടെ CK ഗോവിന്ദൻ നായരുടെ പ്രത്യേകത, കയ്യിലൊരു ചെറിയ ഊന്നുവടി ഉണ്ട്. അത് എണീറ്റു, ഊന്നുവടി ചുഴറ്റിക്കൊണ്ട് പറഞ്ഞു, MO മത്തായിയെ കേരളത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നെഹ്റുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അന്ന് അമ്പരന്ന് പോയ അന്നത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെക്കുറിച്ച് വായിക്കാനിടയായ ഒരാളാണ് ഞാൻ. ഇവിടെ പേയ്മെൻറ്റ് സീറ്റുകൾ പോലും നടക്കുന്നു എന്ന് കാറിലിരുന്നു കൊണ്ട് എൻ്റെ സഹപ്രവർത്തകനായ ആൾ എന്നോട് പറയുകയുണ്ടായി. പണമാണെല്ലാം. പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ കമ്മ്യൂണിസത്തിനുള്ള അവരെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ അവരെ പഠിപ്പിക്കേണ്ട ബാധ്യത ഈ പ്രദേശത്തെ നാട്ടികയിലെ ജനങ്ങൾക്കുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് മുകുന്ദൻ ജയിച്ചാൽ മുകുന്ദൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. അത് ഇന്ന് വഴിതെറ്റിപ്പോയ അവസരവാദികളായ അഴിമതിക്കാരായ കമ്മ്യൂണിസ്റ്റുകാരെ ഇരുത്തി ചിന്തിപ്പിക്കാനുള്ള ഒരു ജനവിധിയായി അത് മാറുമെന്ന് ഞാൻ കരുതുകയാണ്. അതിന് നിങ്ങൾ തയ്യാറല്ലേ? നിങ്ങൾക്ക് സാധിക്കില്ലേ? ആ മഹത്തായ യജ്ഞം, ആ യജ്ഞത്തിൽ വിജയശീലാളിതരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണ യോഗത്തിൽ നാട്ടികയിലേക്ക് എത്താൻ ഞാനും ഉണ്ടാകുമെന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് ഈ അവസരത്തിൽ പറയുകയാണ്. തീർച്ചയായും ചരിത്രം തിരിച്ചൊഴുക്കില്ലാത്ത ഗതിപ്രവാഹമാണ്, ചരിത്രത്തിൻ്റെ നിയോഗമാണ്. 8-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി നമ്മുടെ ഇന്ത്യയായിരുന്നു, ഭാരതമായിരുന്നു. ഇന്നത്തെ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഭാരതം, അതെല്ലാം എങ്ങനെ കൊണ്ടുപോയി തകർത്തു എന്നറിയാൻ ഒരു വാക്ക് മാത്രം നിങ്ങൾ നെറ്റിലേക്ക് നോക്കിയാൽ കിട്ടും. ഒരു ചർച്ച ലണ്ടനിൽ നടന്നു. അതിൽ അവതരിപ്പിച്ച വിഷയം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യക്ക് നേട്ടമോ കോട്ടമോ എന്നുള്ളതായിരുന്നു അതിലെ ചർച്ചാ വിഷയം. ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിലെ സായിപ്പുമാരായ കുട്ടികൾ അവർ ഇരുഭാഗത്തുമായി ചർച്ച നടത്തുന്ന സംവാദം, ആ സംവാദത്തിൽ വിഷയം അവതരിപ്പിച്ച ആൾ പറഞ്ഞു, ഇന്ത്യ ഇംഗ്ലീഷ് ഞങ്ങൾ പഠിപ്പിച്ചില്ലേ, ICSകാരുടെ എണ്ണം 18% വർദ്ധിച്ചില്ലേ, റെയിൽവേ കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ ഏകീകരിക്കാൻ ശ്രമിച്ചില്ലേ, ഈ തരത്തിൽ കുറെ നേട്ടങ്ങൾ പറഞ്ഞു. മറുപടിയായി ഒരു സായിപ്പ് തന്നെയായ ആ യുവ ഗവേഷക വിദ്യാർത്ഥി പറഞ്ഞു, ഒറ്റ ചോദ്യമാണ് അയാൾ ആദ്യം ചോദിച്ചത്. അയാൾ ചോദിച്ചു, ആട്ടെ 300 കൊല്ലം മുമ്പ്, 1600 തൊട്ട് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബ്രിട്ടന്റെ ലോക വ്യാപാരക്രമത്തിലെ പങ്ക് എത്രയായിരുന്നു? ആധികാരികമായി ഉള്ള യൂണിവേഴ്സിറ്റി ചർച്ചയാണ്. ആ ചർച്ചയിൽ പറഞ്ഞു 3%, ലോകത്തിൻ്റെ 3%. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ആ 1600 മുമ്പുള്ള 1500 മുമ്പുള്ള ഇന്ത്യ ലോക വ്യാപാരക്രമത്തിൻ്റെ 27% നിയന്ത്രിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു എന്ന് അദ്ദേഹം ഉയർത്തിക്കാട്ടി. എന്നിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചു, ആട്ടെ 47 ഓഗസ്റ്റ് 14-നും 15-നുമായി ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലോക വ്യാപാരക്രമത്തിലെ ഇന്ത്യയുടെ പങ്ക് എത്രയാ? ആ കുട്ടി തന്നെ സാധൂകരിക്കനായി തെളിവ് സഹിതം പറഞ്ഞു, 2%.
ഇതൊരു മാറ്റം വേണ്ടേ? 2% മാറി ലോകത്തിലെ സമ്പൽ സമൃദ്ധമായ രാജ്യം. ഇതാണ് നരേന്ദ്രമോദിയുടെ മസ്തിഷ്കത്തിൽ, അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ, അദ്ദേഹത്തിൻ്റെ സ്പന്ദനങ്ങളിൽ. ഒരു കുടുംബത്തെ പോലും തൻ്റെ വീട്ടിൽ കൊണ്ടുവരാത്ത, എല്ലാം നാടിനു വേണ്ടി സമർപ്പിച്ച നരേന്ദ്രമോദിയുടെ 24 മണിക്കൂറിൽ 4-5 മണിക്കൂർ ഉറങ്ങുന്നതൊഴിച്ചാൽ ബാക്കി മുഴുവൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ആ ശ്രമം ലോകത്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് 2014 അദ്ദേഹം പറഞ്ഞു, യോഗ ലോകത്ത് നടപ്പാക്കണം. സ്നേഹിതന്മാരെ, 8 രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യ പിന്താങ്ങിയത്. പക്ഷെ ഇന്ന് വർത്തമാന ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചോദിക്കുന്നു, 182 രാജ്യങ്ങൾ, ഏതാണ്ട് 86% വരുന്ന രാജ്യങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ ഇന്ന് യോഗ അംഗീകരിക്കത്തക്കവണ്ണം ഭാരതത്തിൻ്റെ തനതായ സംസ്കാരത്തെ ഉൾക്കൊള്ളുമ്പോൾ അച്യുതമേനോൻ പറഞ്ഞ ദേശീയതയെ തള്ളിപ്പറഞ്ഞതാണ് കമ്മ്യൂണിസത്തിൻ്റെ പരാജയമെന്ന് പറഞ്ഞ ആ വാക്കുകളിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മൂല്യവത്തായ പലതും ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ്. അതിൽ മുകുന്ദൻ്റെ പങ്ക് സ്ഥാനാർത്ഥിയായി കഴിയുന്നത്ര ആളുകളെ കാണുക, യോഗങ്ങൾ വരിക എന്നതാണ്. പക്ഷെ നിങ്ങളുടെ ചുവരെഴുത്തോ ജസ്റ്റിനെ പ്രചരണങ്ങളെല്ലാം നടത്തിക്കോളൂ. പക്ഷെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി, അന്തിക്കാട്ടെ ഒക്കെ CPIയുടെ പ്രവർത്തകന്മാർ ചരിത്രമുള്ളവരാണ്. അവരെയൊക്കെ പോയി കണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അവരെ ബോധവൽക്കരിക്കുക. 52-ൽ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിനോട് പത്രക്കാർ ചോദ്യം ചോദിച്ചു, സർ, പ്രായപൂർത്തി വോട്ടവകാശം വന്നിരിക്കുന്നു. ഈ പ്രായപൂർത്തി വോട്ടവകാശത്തിൽ വോട്ട് ചെയ്യേണ്ട ഇന്ത്യയിലെ പൗരന്മാരിൽ 58% ആളുകൾ എഴുത്തും വായനയും അറിയാത്തവരാണ്. പേരെഴുതിയാൽ വായിക്കാൻ അറിയില്ല, സ്വന്തം പേര് എഴുതാൻ അറിയില്ല. അവരാണ് വിധികർത്താക്കൾ. 5 കൊല്ലത്തിലൊരിക്കൽ അവരുടെ വിധിന്യായമാണ് ഈ നാടിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്. അങ്ങ് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ നെഹ്റുജി പറഞ്ഞ വാക്കാണ്, ദ പൊളിറ്റീഷ്യൻ ഹാസ് ടു എഡ്യൂക്കേറ്റ് ദ മാസ്. ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് രാഷ്ട്രീയ പ്രവർത്തകർ. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ അധ്യാപകനും അധ്യാപികയും ഈ സന്ദേശത്തെ പഠിച്ച് നരേന്ദ്രമോദിയെ അത് ശ്രീ മുകുന്ദനിലൂടെ ജനമനസ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ചരിത്രം മാറ്റാൻ സാധിക്കും. അതിന് നിങ്ങൾ മുന്നോട്ട് വരണമേ എന്ന അഭ്യർത്ഥനയോട്, അപേക്ഷയോട് ഞാൻ ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം, നമ്മൾ 2ാം തരം പൗരന്മാരാക്കി ഇവിടുത്തെ ഭരണകൂടവും മറ്റും മാറ്റുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ അതിനെ ഒന്നും വിമർശിക്കുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷനും തൃശ്ശൂരിലെ കളക്ടറോടും ഞാൻ പറയുന്നു, നിങ്ങൾ കുറഞ്ഞ പക്ഷം നിങ്ങൾ തീരുമാനമെടുക്കും മുമ്പ് നിങ്ങൾക്ക് IAS ഉണ്ടാവാം, ഇലക്ഷൻ കമ്മീഷന് ഉയർന്ന പദവി ഉണ്ടാകാം. പക്ഷെ ജനങ്ങളാണ് പരമാധികാരികൾ. ഇന്ത്യൻ ഭരണഘടനയുടെ കൽപ്പന ജനങ്ങളുടെ പരമാധികാരമാണ്. ഹൂ ഈസ് സുപ്രീം? സുപ്രീം കോർട്ട് ഈസ് നോട്ട് സുപ്രീം, ഗവർണർ ഈസ് നോട്ട് സുപ്രീം, MLA ഈസ് നോട്ട് സുപ്രീം, ചീഫ് മിനിസ്റ്റർ ഈസ് നോട്ട് സുപ്രീം. ജനങ്ങളാണ്. അതുകൊണ്ട് ഗുരുവായൂരിലെ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ വാക്കുകളെ ഒന്നും ന്യായീകരിക്കുന്നില്ല. വാക്കുകൾ ആയുധങ്ങളാണ്. ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഇന്നലെ നിങ്ങൾ കേസെടുത്ത തൃശ്ശൂരിലെ ഗുരുവായൂർ സ്ഥാനാർത്ഥിക്കെതിരായ കേസ്, ഒരു നിമിഷം പോലും അത് എഴുതിയ പേപ്പറിൻ്റെ വില ഉണ്ടാകില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. 2019-ൽ ശബരിമല സംഭവം നടന്ന ഘട്ടം ഞാനായിരുന്നു പാർട്ടിയുടെ അധ്യക്ഷൻ. അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മീണ, രാജസ്ഥാൻകാരൻ, അദ്ദേഹം എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചുവിട്ട് പറഞ്ഞു, നമ്മുടെ ശബരിമലയെക്കുറിച്ച് പറയുന്ന ഹിന്ദുവിനെ പറ്റി പറയുന്നതാണ്, അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ എണീറ്റ് പറഞ്ഞു, ഡോണ്ട് ഡിക്റ്റേറ്റ് ടേം അപ്പോൺ അസ്. ഞങ്ങളുടെ മേൽ വ്യവസ്ഥകൾ കൊണ്ടുവരാൻ ഭയപ്പെടുത്തേണ്ട സന്ദർഭമല്ല ഇതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്, ഈ ഇഷ്യൂ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. അദ്ദേഹം അത്
അതിൻ്റെ ട്രൂ സ്പിരിറ്റിലെടുത്തില്ല. അദ്ദേഹം എനിക്കെതിരായിട്ട് അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നെ അയോഗ്യനാക്കാനായി തെളിവുകളെല്ലാം ശേഖരിച്ച് അയച്ചു കൊടുത്തു. ഞാൻ ആ ഫൈറ്റ് നടത്തി. അന്ന് നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തേക്ക് അയോഗ്യനായ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാനത് വാദിച്ച് അതിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ മീണയ്ക്കെതിരായി മാനനഷ്ടത്തിൻ്റെ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ പോയ അവസരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന മീണ പിന്നീട് രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ട മീണ നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരനായ പഴയൊരു IAS ഓഫീസർ, BJP മന്ത്രിസഭയിലെ അംഗം, അത് എന്നോട് വന്ന് കണ്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ആ കേസ് കൊടുക്കരുത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത മാനിച്ചുകൊണ്ട് പിന്നെ ആ പ്രൊസീജിയറുമായി പോയില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അന്തിമ വാക്കാണെന്നുള്ള ധാരണയൊന്നും ശരിയല്ല. അവർ സത്യം മനസ്സിലാക്കണം. അവിടെയുള്ള 82ാമത്തെ വകുപ്പും ജനപ്രാതിനിധ്യ നിയമത്തിലെ 105ാം വകുപ്പും അവിടെ പറയുന്നത് റൈറ്റ് ഉണ്ടാക്കുന്നു, സ്പർദ്ധയുണ്ടാക്കി റൈറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്താൽ കുറ്റകരമാണ്, 6 മാസത്തെ തടവെന്നാണ് പറയുന്നത്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി എവിടെയാ? ഹിന്ദു പറഞ്ഞ വാക്കിനെ ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുസ്ലിം ലീഗ് എന്താ? ലീഗ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുസ്ലിം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വർഗീയമാകുമോ? അത് സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്നതാകുമോ? മുസ്ലിം ലീഗിൻ്റെ പുസ്തകം എൻ്റെ കൈവശമുണ്ട്. മുസ്ലിം ലീഗ് ദശാസന്ധികളിലൂടെന്ന 26 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകം എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾക്കറിയാമോ ആ പുസ്തകത്തിലെ 1ാമത്തെ അധ്യായത്തിൻ്റെ പേര് ഡാക്കയിലെ സൂര്യോദയം എന്ന. 1906 ഡാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ച ഡാക്കയിലെ സമ്മേളനത്തെ സൂര്യോദയമായി കാണുന്നവരാണ് UDFൻ്റെ ഏറ്റവും പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹിന്ദു മഹാസഭ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവർക്കൊക്കെ ഹിന്ദു പറഞ്ഞുകൂടെ? ഒരു കാര്യം കൂടി അവസാനമായി മാധ്യമപ്രവർത്തകരോട് ഞാൻ പറയുന്നു. 1995 ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ഹിന്ദുത്വം, ആ ഹിന്ദുത്വം ഒരിക്കലും മതത്തിൻ്റെ പേരല്ല, മതസംശയല്ല, അത് ദേശസംശയാണെന്ന് പറഞ്ഞ 91 3 ജഡ്ജിൻ്റെ വിധിന്യായമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഹിന്ദു എന്ന വാക്കുപയോഗിക്കുന്നത് ഒരിക്കലും കുറ്റകരമല്ല. തൃശ്ശൂരിലെ കളക്ടറും അതല്ലെങ്കിൽ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷനും അതുമല്ലെങ്കിൽ അവർക്ക് ഇതിനെല്ലാം നിർദ്ദേശം കൊടുക്കുന്ന, പ്രേരണ കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും ഇതൊക്കെ മനസ്സിലാക്കണം. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ അനുയായികളാണ്. ഞങ്ങൾ 2ാം തരം പൗരന്മാരല്ല. ഇന്ത്യയിലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സ്പീക്കർ, 28 ഗവർണർമാരിൽ 24 ഗവർണർമാർ, അതുപോലെ മന്ത്രിമാർ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ മുഖ്യമന്ത്രിമാർ, ഇവരെല്ലാം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അംഗങ്ങൾ, അതിൽ പങ്കെടുക്കുന്നവരോ അതിൻ്റെ ഭാഗമായി അതിനെ നെഞ്ചിലേറ്റുന്നവരെയാണെന്ന സത്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള പ്രയാണം കാണുമ്പോൾ, ഈ ആവേശം കാണുമ്പോൾ പലപ്പോഴും കള്ളക്കേസുകൾ കുടുക്കിയേക്കാം. അതിനെ ഒന്നും പരിഗണിക്കേണ്ടതില്ല. ട്രൂത്ത് ഈസ് ഗോഡ്, സത്യമാണ് ഈശ്വരൻ. സത്യത്തിൻ്റെ ഈ ഭാരതം മാനവരാശിക്ക് മുഴുവൻ വഴികാട്ടിയായി വിശ്വഗുരുസ്ഥാനത്തേക്ക് എത്തുന്ന നിമിഷങ്ങൾ ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ പ്രതീതിയായിട്ടാണ് ഇപ്പോൾ ശ്രീ മുകുന്ദൻ ഇവിടെ മത്സരിക്കുന്നതെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.